നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കഴിക്കാവുന്ന ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ഉപ്പരട്ടുണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒരു 4 കുക്കറിനകത്തിട്ട് ഇടുക. അതിനുശേഷം ഒരു പഴുത്ത തക്കാളിക്ക, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിനുള്ളത്, ഒരു അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുത്ത് കുക്കറിനകത്ത് നമുക്ക് ഒരു 5 അടി അടിച്ചാൽ മതി. കുക്കറിൽ അടിച്ച് അത് വാങ്ങി അത് വേകുമ്പോഴത്തേക്കും നമുക്ക് ചീനിച്ചട്ടിയിലോട്ട് ഒരു കൊച്ചുള്ളി 2 അങ്ങോട്ട് അരിഞ്ഞിടുക. അരിഞ്ഞതിന് ശേഷം കറിവേപ്പില, ഒരു വറ്റൽമുളക് എല്ലാം കൂടി ഇട്ട് അടുപ്പ് നമുക്ക് കടുക് വറുത്തെടുക്കാം. കടുക് വറുക്കുമ്പോഴത്തേന് നമ്മൾ കുക്കറിനകത്ത് കിടക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് റെഡിയായി വരും. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് കടുക് ഇട്ടു പൊട്ടിയതിന് ശേഷം നമുക്കതൊന്ന് സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് വേണം. കടുക് പൊട്ടണമെങ്കിൽ നമ്മൾ ആ ഉള്ളിക്കകത്ത് തന്നെ കടുക് പൊട്ടത്തില്ല. അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് വേവിച്ച ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വെള്ളം ഇച്ചിരിയേ ഉള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇനി നമുക്ക് ആ കടുക് വറുത്ത ചീനിച്ചട്ടിയിലോട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഉടയ്ക്കണം കേട്ടോ. ഉടച്ച് ഇങ്ങനെ എടുക്കണം. നല്ല ടേസ്റ്റാണ് ഇന്ന് ചപ്പാത്തിക്കും പൂരിക്കും ഇത് കഴിക്കാൻ. സ്വല്പം വെള്ളമേ ഉള്ളൂ. ആ വെള്ളം അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ തവിയും കൊണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കുക. ആ വെള്ളം എല്ലാം ഉരുളക്കിഴങ്ങിലായിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വെള്ളമാകത്തുമില്ല. ഉരുളക്കിഴങ്ങ് കുഴമ്പ് പരുവത്തിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഉരുളക്കിഴങ്ങിനെടുക്കാൻ ഇങ്ങനെ എടുത്ത് വേണം നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ കൊള്ളുന്ന ഒരു അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് ഉടച്ച് ഉണ്ടാക്കുന്നൊരു ഇത് നോർത്ത് ഇന്ത്യക്കാരുണ്ടാക്കുന്നൊരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിച്ചിട്ട് നിങ്ങൾ പറയണം നല്ലതാണോ ഇല്ലെന്നുള്ളത്. സൂപ്പർ സാധനമാണ്. ചപ്പാത്തിക്ക് ഏറ്റവും ബെസ്റ്റ് നല്ലതാണ്.